yo, this is Karthikeyan and welcome back to my channel Karthikeyan Entry guys. ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. സംഭവിച്ചത് 2-3 ദിവസമായി സംഭവിച്ചാൽ ഗായ്സ് നമ്മൾ ഐപാഡ് എയർ 13 ഇഞ്ച് വാങ്ങിച്ചു ഗൈസ്. അപ്പം ഐപാഡ് എയർ 13 ഇഞ്ച് 2024 വേർഷനാണ് ഗൈസ്. അപ്പോൾ അതിന് അടിപൊളി ഒരു കേസ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം ഗൈസ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഇന്നൊരു ഇനിഷ്യൽ റിവ്യൂ ആണ്. ഞാൻ ഫുൾ റിവ്യൂ ഞാൻ ഇടുന്നതായിരിക്കും. 1 month 2 month 1 month ഓക്കെ 1 month എന്ന് വെച്ചാൽ ഇതിപ്പോൾ ഞാൻ 2 days യൂസ് ചെയ്യിച്ചുള്ളൂ. അതിനെക്കൊണ്ട് ഞാൻ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ അങ്ങനെ സ്പെക്ക് കൂടുതൽ പറയില്ല. എപ്പോഴും നമ്മൾ സ്പെക്ക് ബോർ അടിപ്പിക്കുന്നില്ല. പക്ഷേ ഇന്ന് ഈ പ്രാവശ്യം നമ്മളെ കയ്യിൽ റിയൽ ഡിവൈസ് ഉണ്ട് ഗൈസ്. അപ്പോൾ ഐ ആം റിയലി എക്സൈറ്റഡ്. അപ്പോൾ ഗൈസ് അപ്പം ഇതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഗൈസ്. അപ്പോൾ അതിൻ്റെ മുമ്പ് നിങ്ങൾ ജസ്റ്റ് ഒരു അൺബോക്സിങ് കണ്ടിച്ചു വാ. ഗൈസ് അപ്പോൾ ഈ നമ്മൾ ആദ്യം തന്നെ അതിൻ്റെ ഡിസൈൻ നോക്കുകയാണ്. അപ്പം ഇതിൻ്റെ അകത്ത് അലൂമിനിയം ഫ്രെയിമുമാണ്, അലൂമിനിയം ബാക്കുമാണ്. അതുമാത്രമല്ല ബട്ടൺസൊക്കെ നല്ല രീതിയിൽ ക്ലിക്കാണ്. നല്ലൊരു കുഴപ്പമില്ല. ബട്ടൺസൊക്കെ നല്ല എന്താ പറയുക ഡ്യൂറബിൾ ആയിട്ടുള്ള ബട്ടൺസ് തന്നെയാണ്. അത് ആപ്പിൾ അങ്ങനെ തന്നെ ചെയ്യുള്ളൂ. അതുമാത്രമല്ല പവർ ഓഫ് ബട്ടണിലാണ് ഫിംഗർ പ്രിൻറ്റ് സ്കാനറും കൊടുത്തിരിക്കുന്നത്. അത് മാത്രമല്ല നിങ്ങൾക്ക് ഡിസ്പ്ലേയിൽ ഒരു കാര്യം ശ്രദ്ധിക്കാൻ പറ്റും. നമ്മളത് എൻഗ്രേവ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ മുകളിൽ കാർത്തികേയൻ KN3S. അതെങ്ങനെയുണ്ട് ജസ്റ്റ് നിങ്ങൾ റേറ്റ് ചെയ്യുക നമ്മൾ കമൻറ്റിൽ. ഞാനിത് 10 out of 10 കൊടുക്കുക. അത് നല്ലൊരു ഫീച്ചർ തന്നെയാണ്. പക്ഷെ നമ്മൾ കേസ് ഇടുമ്പോൾ കാണാൻ പറ്റില്ല. ഞാൻ കാർത്തികേയൻ KN3 എൻഗ്രേവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊരു നല്ല ഫീച്ചറാണ് ആപ്പിൾ കൊടുത്തത്. നമ്മൾ വാങ്ങുമ്പോൾ എൻഗ്രേവ് ചെയ്തതാണ്. അപ്പോൾ ഓൺലൈൻ അയച്ചാണ് വാങ്ങിച്ചത് ആപ്പിളിൻ്റെ സ്റ്റോറിൽ നിന്ന് ഗസ്. ആപ്പിൾ ഓൺലൈൻ അയച്ച ആപ്പിളിൻ്റെ സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട് ഗസ്. അപ്പോൾ പിന്നെ നമ്മളതിൽ സ്റ്റൈലസ് ഒന്നും വാങ്ങിച്ചില്ല ഗസ്. അപ്പോൾ നിങ്ങളൊരു കാര്യം ആയിരിക്കുക, ഇതിൻ്റെ അകത്ത് ആപ്പിൾ പെൻസിൽ പ്രോയും ആപ്പിൾ പെൻസിൽ USB-C ആ 2 പെൻസിൽസ് മാത്രമേ ഇതിന് സപ്പോർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ നിങ്ങൾ വേറൊന്നും പെൻസിൽ വെച്ച് വരയ്ക്കാൻ നോക്കരുത്, സപ്പോർട്ട് ചെയ്യൂല. ജസ്റ്റ് നിങ്ങൾ മൈൻഡിൽ വെക്കുക. പിന്നെ നമ്മൾ സെല്ലുലാർ വേർഷനല്ല വാങ്ങിച്ചത്, നമ്മൾ സാധാരണ നോർമൽ വൈഫൈ വേർഷനാണ് വാങ്ങിച്ചത്. അപ്പോൾ നമുക്ക് നേരെ ഡിസ്പ്ലേയിലേക്ക് കടക്കാം ഗൈസ്. ഡിസ്പ്ലേ ജസ്റ്റ് അമേസിങ് ഗൈസ്. അപ്പം എൻ്റെ പഴയ ഐപാഡ് 5th generation ഇതിൻ്റെ അകത്തേക്ക് വരുമ്പോൾ മാസീവ് വ്യത്യാസമാണ്. കാരണം വെച്ചാൽ ലിക്വിഡ് റെറ്റിന IPS LCD തന്നെയാണ് വിത്ത് 600 nits ടിപ്പിക്കൽ ബ്രൈറ്റ്നസ്. 13 ഇഞ്ചിൻ്റെ സ്ക്രീനാണ് ഗൈസ്. അപ്പോൾ ഇറ്റ് ജസ്റ്റ് ലുക്സ് അമേസിങ് ഗൈസ്. ആമോലെഡ് കൊടുത്തിട്ടില്ല ഓക്കെ, പക്ഷെ എന്നാലും
ഡിസ്പ്ലേ ഇസ് ജസ്റ്റ് അമേസിങ് ആയിട്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കുറേ ബി-റോൾസൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഡിസ്പ്ലേ ജസ്റ്റ് അമേസിങ്, എനിക്ക് അത്രേ പറയുള്ളൂ. ആംബുലൻഡ് കൊടുക്കാമായിരുന്നു, പക്ഷേ ഓക്കെ, നമ്മൾ ബാക്കി ഇത്രയും നല്ല ചിപ്സെറ്റ് ഇതൊക്കെ തന്നു നമ്മൾ അതിനൊരു ഒന്നും പറയുന്നില്ല ഗൈസ്. അപ്പോൾ IPS LCD ഇസ് ഗുഡ് ഗൈസ്. നല്ല വ്യൂയിങ് എക്സ്പീരിയൻസ്. ഏത് സൈഡ് നോക്കിയാലും ഒരു കുഴപ്പമില്ല, അതിനൊന്നും ഒരു കുഴപ്പമില്ല ഗൈസ്. IPS LCD എന്ന് വെച്ചാൽ നിങ്ങൾ ഒരിക്കലും ഒരു കുറച്ച് കാണരുത്, നല്ല ഡിസ്പ്ലേ തന്നെയാണ്. ആംബുലൻഡിൻ്റെ അത്ര വലിയില്ലെങ്കിലും അടിപൊളി ഡിസ്പ്ലേ ആണ് ഗൈസ്. അടുത്ത നമ്മൾ നോക്കുകയാണെങ്കിൽ ചിപ്പ് സെറ്റ്. അപ്പം പറയേണ്ട ആവശ്യമില്ലല്ലേ, ആപ്പിൾ M2 ആണ്. അപ്പം ഒക്ടാ കോർ പ്രോസസ്സറാണ്. അപ്പോൾ M2 നിങ്ങൾക്കറിയാം ലാപ്ടോപ്പിൽ മാക്ബുക്ക് പ്രോസിൽ വെക്കുന്ന ചിപ്സെറ്റാണ്. പണ്ടത്തെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് അല്ല, ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് M3 Max ആണ് പണ്ട്. അപ്പം M2 ഞാൻ പറഞ്ഞുതരാം. അപ്പം ഞാൻ കുറേ പെസ് കളിച്ചായിരുന്നു. പെസ് അല്ലെങ്കിൽ ഈ ഫുട്ബോൾ 2024 കളിച്ചായിരുന്നു. അതും 60 FPS ഗ്രാഫിക്സിലാണ് ഞാൻ കളിച്ചത്. എന്നുവെച്ചാൽ ഒരു കുഴപ്പമോ ഒരു ലാഗോ എനിക്കൊന്നും തോന്നിയിട്ടില്ല ഗൈസ്. അപ്പോൾ ജസ്റ്റ് അമേസിങ് ആണ്. ഞാൻ കുറേ ബി-റോൾസ് കാണിച്ചു തരാം കളിക്കുന്നതൊക്കെ. അതുമാത്രമല്ല ഞാൻ കുറേ ഒരു 2 hours കളിച്ചു. ഒരു സ്ലോയോ ഒരു ലാഗോ ഒരു പ്രാവശ്യം ഒരു ജിറ്ററോ ഒന്നും സംഭവിച്ചില്ല. അത് അത്ര ഹൈ ഗ്രാഫിക്സ് ഇട്ടിച്ചും പോലും നല്ല അടിപൊളി ഗ്രാഫിക്സ് ആയിരുന്നു. ഒരു FPS ഡ്രോപ്പ് FPS-നെ വെച്ച് വേറെ ഒന്നും സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തില്ല, പക്ഷേ എനിക്ക് നല്ല സ്മൂത്തായിട്ട് തന്നെയാണ് തോന്നിയത്. പിന്നെ ഞാൻ ഗെയിമിംഗ് മാത്രമല്ല ഒരു വീഡിയോ എക്സ്പോർട്ടിങ് ടെസ്റ്റ് നടത്തിയായിരുന്നു. ഒരു 10 minutes 4K വീഡിയോ എടുത്ത് 4K 60 FPS വീഡിയോ എടുത്ത് അത് ഏകദേശം റഫ്ലി 14 minutes കൊണ്ട് എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു ഗൈസ്. അപ്പോൾ അത് നല്ലൊരു നമ്പർ തന്നെയാണ്. കാരണം വെച്ചാൽ 4K ആണ്, 1080p അല്ല, 4K വിഷ്വലാണ് ഒരു വീഡിയോ. നമ്മൾ അത് ജസ്റ്റ് 13 minutes അല്ല, 30 minutes അല്ല, റഫ്ലി 14 minutes ആണ്. കുറച്ച് നേരം വെച്ചാണ് ടൈമർ ഓഫ് ചെയ്യുക. മിക്ക 13 minutes 57 അങ്ങനെ എന്തോന്ന് തോന്നുന്നു. റഫ്ലി 14 minutes ആണ് എടുത്തിരിക്കുന്നത്. അപ്പം ജസ്റ്റ് അമേസിങ് ഗൈസ്. എഡിറ്റിംഗ് ഒക്കെ സ്മൂത്താണ്, ഒരു കുഴപ്പമില്ല. M2 ആണ് വേറെ അതിൻ്റെ അകത്തുനിന്ന് ലാപ്ടോപ്പ് ലെവൽ പ്രോസസ്സർ. നമ്മളൊരു iPad OS ടാബ്ലറ്റ് വെച്ച് കഴിഞ്ഞാൽ ആപ്പ് സ്റ്റോറിലുള്ള ഏത് ആപ്സ് ഇൻസ്റ്റാൾ ചെയ്താലും സ്മൂത്തായിട്ട് റൺ ചെയ്യും. ഈവൻ ഡാവിഞ്ചി റിസോൾവ് ആണെങ്കിലും അഡോബ് ഫോട്ടോഷോപ്പ് ആണെങ്കിലും ഒരു കുഴപ്പമില്ല. അഡോബ് ഫോട്ടോഷോപ്പിൻ്റെ iPad വേർഷൻ ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആപ്സാണ്. അതിന് ഒരു കുറവും വരുത്തൂല. അപ്പം പ്രോസസ്സർ ഞാനൊന്നും പറയുന്നില്ല, ഞാൻ സ്വന്തമായിട്ട് എക്സ്പീരിയൻസ് ചെയ്താണ്. ഇത്രയും കാലം ഞാൻ ജസ്റ്റ് സ്പെക്ക് പറഞ്ഞ് പോകുന്നതാണ്, പക്ഷേ ഇത് എക്സ്പീരിയൻസ് ചെയ്താണ്. അതിനെക്കൊണ്ട് നിങ്ങൾക്ക് 100% ട്രസ്റ്റ് ചെയ്യാം. അപ്പം റിവ്യൂ ആയതുകൊണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത കാര്യമാണ് പറയുന്നത്. അപ്പം ജസ്റ്റ് അമേസിങ്. അടുത്ത നമ്മൾ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ് പറയുമ്പം ഈ 12 MP ഒരു നോർമൽ ക്യാമറയാണ്, നോർമൽ വൈഡ് ക്യാമറയാണ്. 4K to 30-60 FPS ഒക്കെ റെക്കോർഡ് ചെയ്യാൻ പറ്റും. അപ്പം ഫോട്ടോസ് ഞാൻ 2-3 ഫോട്ടോസൊക്കെ ഇവിടെ കാണിച്ചു തരാം. ഫോട്ടോസും വീഡിയോസും ഒന്നും വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാൻ എന്താ പറയുക, നമ്മളൊരു iPad നിന്നൊന്നും ഫോട്ടോയും വീഡിയോ നമ്മൾ അത്ര എടുക്കാനും പോകുന്നില്ല. നമ്മൾ അത്രയും നല്ലത് തന്നെയാണ്. ഒരു നല്ല യൂസിന് നോർമൽ യൂസിന് കുഴപ്പമൊന്നുമില്ല. നമ്മൾ അത്രയും വലിയ എക്സ്പെക്റ്റേഷൻ വരുന്നില്ല. നമ്മൾ ഐഫോണിലൊക്കെ ക്യാമറ നമ്മൾ പ്രതീക്ഷിക്കില്ല. കാരണം വെച്ചാൽ ജസ്റ്റ് ക്യാമറ യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഡോക്യുമെൻറ്റ് സ്കാൻ ചെയ്യുക, ജസ്റ്റ് എന്തെങ്കിലും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്തെങ്കിലും ഒരു ഫോട്ടോ എടുക്കുക. ഫോട്ടോ നമ്മൾ എന്തായാലും ഇതൊന്നും പിടിച്ച് ഫോട്ടോ എടുക്കാൻ പോകുന്നില്ല. നമ്മൾ ഫോൺ വെച്ചായിരിക്കും മിക്കവാറും ഫോട്ടോ വീഡിയോസൊക്കെ എടുക്കുന്നത്. അപ്പോൾ ബാക്ക് ക്യാമറ കുഴപ്പമൊന്നുമില്ല, നല്ല ക്യാമറ തന്നെയാണ്. പിന്നെ ഫ്രണ്ട് ക്യാമറ അത് സെൻറ്റർ സ്റ്റേജൊക്കെ ഉണ്ട്, അൾട്രാ വൈഡിലാക്കാം നോർമലിലും ആക്കാം. അപ്പം അത് നല്ല ഫീച്ചർ തന്നെയാണ്. അപ്പം എന്താ പറയുക, ഫ്രണ്ട് ക്യാമറ നമ്മൾ യൂസ് ചെയ്യുന്ന ഫേസ് ടൈം, ഗൂഗിൾ മീറ്റ്, സൂം മീറ്റ്, ടീംസ് ഇതിനൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുള്ളൂ. അല്ലാണ്ട് വേറെ അങ്ങനെ കാര്യത്തിൽ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നില്ല ഗൈസ്. അപ്പം ഗൈസ് അപ്പോൾ ക്യാമറ പറഞ്ഞിട്ട് നല്ല ക്യാമറ തന്നെയാണ്. നമുക്കൊരു ഡോക്യുമെൻറ്റ് സ്കാൻ ചെയ്യുക, ഫേസ് ടൈം ചെയ്യുക, സൂം മീറ്റിംഗ്, ഗൂഗിൾ മീറ്റ് ഇതൊക്കെ ചെയ്യാൻ നമുക്ക് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ജസ്റ്റ് എന്തെങ്കിലും ഒരു ഫോട്ടോ വെറുതെ എടുക്കണമെങ്കിൽ അതും എടുക്കാം. ക്യാഷ്വൽ യൂസിന് കുഴപ്പമില്ല. എന്തായാലും നമ്മൾ അത്ര ഒന്നും എടുക്കാൻ പോകുന്നില്ല ഇതിൻ്റെ അകത്ത്. അടുത്ത
കുറച്ച് എക്സ്ട്രാ ഫീച്ചേഴ്സിലേക്ക് കിടക്കാം. സ്പീക്കേഴ്സ് ജസ്റ്റ് അമേസിങ് ആണ്. എന്താ അറിയൂടെ, ഞാൻ ഐപാഡ് 5th ജനറേഷൻ 2017 വാങ്ങിച്ചതാണ്. ഇതിൻ്റെ അകത്തേക്ക് വരുമ്പോൾ 4 സ്പീക്കേഴ്സ് ഉണ്ട്, ലെഫ്റ്റും റൈറ്റും. അപ്പോൾ 2 സ്പീക്കർ ഈച്ച് വരുമ്പോൾ സൗണ്ട് ജസ്റ്റ് അമേസിങ് ഗൈസ്. ഈക്വൽ ഡിസ്ട്രിബ്യൂഷനാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബാലൻസ് തന്നെയാണ്. 2 ഈക്വൽ ഡിസ്ട്രിബ്യൂഷനാണ്. നല്ല ബാലൻസ്ഡ് സൗണ്ടുമാണ്, നല്ല ബാസും ഉണ്ട്. എനിക്കൊരു കുഴപ്പം. ഞാൻ ഈ 2 ദിവസം യൂട്യൂബ് വീഡിയോസും സോങ്സൊക്കെ സോങ്സ് അത്യാവശ്യം ഓക്കെ അതൊക്കെ കേട്ടതാണ്. സ്പോട്ടിഫൈയിലൊക്കെ വെച്ച് കുറച്ച് കേട്ടതാണ്. അപ്പോൾ അതൊന്നും ഞാൻ കാണിക്കില്ല, നിങ്ങൾക്ക് ജസ്റ്റ് നോ കോപ്പറേറ്റ് സൗണ്ട്സ് ഞാൻ വെച്ച് കാണിച്ചു തരാം. Time is barely on our side. I don't wanna waste what's left. The storms we chase are leading us, and love is all we'll ever trust. Yeah, no, I don't wanna waste what's left. And on we'll go through the way. അപ്പോൾ സൗണ്ട് ക്വാളിറ്റി ഒക്കെ മനസ്സിലായല്ലോ. ഇനി മറ്റേ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ എന്താ പറയുക, ഞാൻ പറഞ്ഞിട്ട് പവർ ഓഫ് ബട്ടണിലാണ് വെച്ചിരിക്കുന്നത്. ടോപ്പ് മൗണ്ടഡ് അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം. ഫിംഗർ പ്രിൻറ്റ് ഫാസ്റ്റാണ്. അപ്പോൾ ഫിംഗർ പ്രിൻറ്റ് വെരി ഫാസ്റ്റാണ്. അപ്പോൾ ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി, ഓപ്പൺ ആവും. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, ഓപ്പൺ ആവും. അത്രേ ഉള്ളൂ. ആസ് സിമ്പിൾ ആസ് ഇറ്റ് ഈസ്. അങ്ങനെയൊക്കെയാണ്. പറയാം. ഫേസ് ഐ ഡില്ല കേട്ടോ. ഫേസ് ഐ ഡി ശരിക്കും കൊടുക്കേണ്ടതാണ്. ഇത്രയും 70,000 എബോ ഒക്കെ വാങ്ങുമ്പോൾ ഫേസ് ഐ ഡി കൊടുക്കേണ്ടതാണ്. അപ്പം അപ്പം എനിക്ക് കൃത്യമായിട്ട് എത്ര എന്താ പറയുക MAH എത്രയാണെന്ന് അറിഞ്ഞൂടെ. കുറേ സൈറ്റിൽ ആപ്പിളിലെ സൈറ്റിലൊക്കെ പോയി നോക്കി. അവർ ജസ്റ്റ് എത്ര ടൈം അവരങ്ങനെയാണ്. എന്താ പറയുക, ഐപാഡിൻ്റെ ബാറ്ററി അങ്ങ് തുറന്നു പറയില്ല. എന്താ പറയുക, ഞാൻ GSM അറിയുന്നതിലാണെങ്കിലും ആപ്പിളിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലൊക്കെ കയറി നോക്കി. അപ്പോൾ പക്ഷേ ചാർജിങ് സ്പീഡ് 20 വാട്ടിൻ്റെയാണ്. ചാർജർ ബോക്സിലുണ്ട്, കേബിളും ബോക്സിലുണ്ട്. പിന്നെ ഞാൻ അടുത്ത ASMR അൺബോക്സിങ് പോലെ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഞാൻ പറ്റാൻ അത്ര അടിപൊളി അൺബോക്സിങ് ചെയ്തിട്ടുണ്ട്. അപ്പം എന്താ പറയുക, അതിൻ്റെ അകത്ത് വേറെ ആപ്പിൾ സ്റ്റിക്കേഴ്സൊന്നും ഇല്ല. സോ അത് ഭയങ്കര ഒരു സാഡ് സംഭവം തന്നെയായിരുന്നു. ആപ്പിൾ സ്റ്റിക്കേഴ്സൊക്കെയാണ് ലെജൻഡറി സംഭവിച്ചത്. നമുക്ക് കാറിൻ്റെ ബാക്കിലാണ് എവിടെയൊക്കെ ഒട്ടിച്ചേക്കാം ഗസ്. അപ്പോൾ അതൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇത് ഞാൻ പറഞ്ഞുതരാം. സ്പേസ് ഗ്രേ, സ്റ്റാർ ലൈറ്റ്, പർപ്പിൾ, ബ്ലൂ. നമ്മൾ പർപ്പിളാണ് വാങ്ങിച്ചത്. അപ്പം ഇതൊക്കെയാണ്. പിന്നെ ഗൈസ്, പിന്നെ നിങ്ങൾ ആലോചിക്കുമായിരിക്കും ഈ കേസ് ഉള്ളത് നല്ല കേസാണ്. വെച്ചാൽ അടിപൊളി പവർഫുൾ മാഗ്നറ്റിക് കേസാണ്. ഈ കേസ് വെച്ചാൽ ESRൻ്റെ കേസാണ്. നമ്മൾ ആമസോണിൽ നിന്ന് മേടിച്ചാണ്. ഏകദേശം 2000. ഇപ്പോൾ പ്രൈസ് ഇൻക്രീസ് ആയിട്ട് ഏകദേശം 3000 ഉണ്ട്. ആപ്പിളിൻ്റെ കേസിലൊക്കെ 10,000 റുപ്പീസ് അയച്ചു. അതിൻ്റെ ആവശ്യമില്ല, നമുക്കിത് വാങ്ങിച്ചാൽ മതി. കീബോർഡും പെൻസിലും ഒന്നും നമ്മൾ വാങ്ങിച്ചില്ല. അതുമാത്രമല്ല, ഞാൻ ഐഡിയൽ ഡ്രീം നോക്കിയായിരുന്നു. 39% ആയിരുന്നു. നമ്മൾ രാത്രി കടന്നപ്പോൾ നമ്മൾ രാവിലെ എണീച്ച് നോക്കുമ്പോൾ 38% അയച്ചുള്ളൂ. അപ്പം 1% ഐഡിയൽ ഡ്രീം ഉള്ളൂ. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മൾ ഫുള്ള് എയറോപ്ലെയിൻ മോഡിലായിരുന്നു ഇട്ടത്. വൈഫൈ ഓഫായിരുന്നു, ബാക്കി എല്ലാ സംഭവങ്ങളും ഓഫായിരുന്നു. അപ്പം അത് വെച്ച് നോക്കുമ്പോൾ എന്നാലും 1% ഐഡിയൽ ഡ്രെയിൻ ഉള്ളൂ. അത് നല്ല കാര്യം തന്നെയാണ്. അപ്പം പിന്നെ ബാറ്ററി 0 to 100 ഒന്നും ചെയ്യിച്ചില്ല. അത് നമ്മൾ 0 to 100, 10 to 100 ചെയ്ത് നോക്കാം. നമ്മളത് ഡീറ്റെയിൽഡ് റിവ്യൂ 1 month ഡീറ്റെയിൽഡ് റിവ്യൂ നമ്മൾ ബാറ്ററി യൂസേജിനെ പറ്റി കൂടുതൽ ഡിസ്കസ് ചെയ്യും. പിന്നെ നമുക്കിത് ഇതിനൊരു അപ്ഡേറ്റ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അപ്ഡേറ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയുണ്ട് അതൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് റിവ്യൂവിൽ അപ്ലോഡ് ചെയ്യും. ഇത് ജസ്റ്റ് ഇനിഷ്യൽ നമ്മളിതിനെ കുറച്ച് എന്താ പറയുക, ഇതിൻ്റെ സ്പീക്കറും ഇതിൻ്റെ ഡിസ്പ്ലേൻ്റെയും ഡിസൈനും അതൊക്കെ അത് ഇനിഷ്യൽ റിവ്യൂ ആണ്. ഇനി ഒരു 1 month കഴിഞ്ഞു അടുത്ത സെപ്റ്റംബർ
സെപ്റ്റംബർ ഒക്ടോബറിൽ നമുക്ക് എക്സാം ഉണ്ട്, അതിനെക്കൊണ്ട് നമുക്ക് നോക്കാം ഗൈസ്. എന്തായാലും 1 മന്ത് കഴിഞ്ഞിട്ടൊരു വീഡിയോ ഇടുന്നതായിരിക്കും. ഇത് ജസ്റ്റ് ഇനിഷ്യൽ റിവ്യൂ ആണ്. അപ്പോൾ ഗൈസ് നമ്മളെ ചാനലത്തെ സെക്കൻഡ് റിവ്യൂ ആണ് സംഭവിച്ചത്. അതിൻ്റെ മുമ്പ് ഒരു ബോട്ട് സ്റ്റോൺ 350 നമ്മൾ സ്പീക്കർ അതിൻ്റെ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മളൊരു ഒരു ഐപാഡ് ഒരു ടാബ്ലറ്റിൻ്റെ റിവ്യൂ ചെയ്യിച്ചില്ല. അപ്പം ടാബ്ലറ്റ് വൈസ് ഇറ്റ്സ് എ ഫസ്റ്റ് റിവ്യൂ ഗൈസ്. ഫസ്റ്റ് തുടക്കം തന്നെ നല്ല തുടക്കമായി. അപ്പം ഗൈസ് അപ്പോൾ എങ്ങനെ ഉണ്ടായത് നമ്മൾ ഫസ്റ്റ് ഒരു ടാബ്ലറ്റ് റിവ്യൂവിന് നമ്മൾ ചിലപ്പം കുറേ മിസ്റ്റേക്സ് ഒക്കെ വരുത്തിയിട്ടുണ്ട്. അൺബോക്സിംഗ് ഒക്കെ അത്ര ഇതൊന്നും ഇല്ലായിരുന്നു, എന്നാലും നമ്മൾ ASMRൻ്റെ മാക്സിമം ഇത് നോക്കിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇത്രയുള്ള 1 മന്ത് വീഡിയോ നമ്മളെന്തായാലും ഫുൾ മന്ത് വീഡിയോ 1 മന്ത് വീഡിയോ ചെയ്യുന്നതായിരിക്കും ഇതിൻ്റെ ഫുൾ റിവ്യൂ ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഗൈസ് ഈ റിവ്യൂ. പിന്നെ ഈ ഐപാഡിൻ്റെ നിങ്ങൾക്ക് എന്താണ് ഗൈസ് പറയാനുള്ളത്? എനിക്ക് 10 out of 10 തന്നെയാണ്. നിങ്ങൾക്ക് എന്താണ് ഈ ഐപാഡ് എയർ 13 ഇഞ്ച് 2024 പറ്റി പറയാനുള്ളത്? അപ്പോൾ ഇത്രയുള്ള 1 മന്ത് വീഡിയോ. ബൈ ബൈ, സീ യു നെക്സ്റ്റ് ടൈം, പീസ്, ബൈ.